അടുത്ത ഈ ചാപ്റ്ററിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിലേക്ക് പോകണം. ദാറ്റ് ഈസ് കോൾഡ് ഗോസസ് തിയറം. ഗോസസ് തിയറം. ഗോസസ് തിയറം. ഇലക്ട്രിക് ഫ്ലക്സും ചാർജും തമ്മിലുള്ള റിലേഷനാണ് ഗോസസ് തിയറം പറയുന്നത്. വളരെ സിമ്പിളാണ്. ഗോസസ് തിയറം പറയുന്നത് ചാർജും ഫ്ലക്സും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ചാർജും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡും ചാർജും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഞാനൊരു സർഫസ് സങ്കല്പിക്കുന്നത്, ഒരു ഇമാജിനറി സർഫസ് സങ്കല്പിക്കുന്നു. ആ ഇമാജിനറി സർഫസ് ക്ലോസ്ഡ് ആണെങ്കിൽ, ക്ലോസ് സർഫസ് എടുക്കുകയാണെങ്കിൽ, ആ ക്ലോസ് സർഫസ് എടുത്തേക്കാണ് ഇതൊരു ക്ലോസ് സർഫസ്. ഈ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് ഞാൻ ക്യൂ സങ്കല്പിക്കുന്നു. ഈ സർഫസ് എൻക്ലോസ് ചെയ്ത ചാർജ് ടോട്ടൽ ചാർജ് ക്യൂ സങ്കല്പിക്കും എങ്കിൽ ഈ സർഫസിന്റെ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എടുത്താൽ, അത് ഫൈ എടുത്താൽ, നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പഠിച്ചു, ഇ ഡോട്ട് ഡി എസ് എന്ന് പഠിച്ചു. ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തിയറം പ്രകാരം ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ഇൻ ഫ്രീ സ്പേസ്. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് ക്യൂ. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് വിളിക്കുന്ന പേരാണ് ഗോസസ് തിയറം. പഠിച്ചു പോവുക. ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എറൗണ്ട് എ ക്ലോസ്ഡ് സർഫസ്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സർഫസ് ക്ലോസ്ഡ് ആയിരിക്കണം. ഓപ്പൺ സർഫസിന് പറ്റത്തില്ല. സർഫസ് ക്ലോസ്ഡ് ആണെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിന് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എടുത്താൽ, അല്ലെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എടുത്താൽ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് എന്ത്? 1/ε0 ടൈംസ് ചാർജ് ആണ്. 1/ε0 ടൈംസ് ചാർജ്. അപ്പോൾ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ്. ഇതാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഓഫ് എടുത്താൽ മതി, ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ്. ഇതാണ് തിയറം പറയുന്നത്. അപ്പൊ ഗോസസ് തിയറം ഗീവ്സ് ദ റിലേഷൻ കണക്ടിങ് ഇലക്ട്രിക് ഫ്ലക്സ് ആൻഡ് ചാർജ്. ഇലക്ട്രിക് ഫ്ലക്സും ചാർജും തമ്മിലുള്ള റിലേഷനാണ് ആര് തരുന്നത്? ഗോസസ് തിയറം തരുന്നത്. ഇനി സ്റ്റേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് പ്രൂവ് ചെയ്യുമാണ്. ഗോസസ് തിയറം എങ്ങനെ പ്രൂവ് ചെയ്യും? ഗോസസ് തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ ഒരു ചാർജ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഞാൻ ഫ്രീ സ്പേസിൽ സങ്കല്പിച്ചേക്കും. ക്യൂ എന്ന ചാർജ്, ഈ ക്യൂ ചാർജിൽ നിന്ന് 6 അകലെയായിട്ട് ഞാൻ ഒരു പോയിന്റ് പി സങ്കല്പിച്ചേക്കാം. അപ്പൊ ഈ പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് അറിയാം. ആ ഡിസ്റ്റൻസ് ഇരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ്, പോയിന്റ് ചാർജിന്റെ ഫീൽഡ് 1/4πε0 ഓക്കെ. ഞാൻ ഈ റേഡിയസിൽ ക്യൂ ചാർജ് സെൻട്രാക്കി വെച്ചുകൊണ്ട് റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഒരു സ്പിയർ സങ്കല്പിക്കണം. ക്യൂ ചാർജ് സെൻട്രാക്കിക്കൊണ്ട് റേഡിയസ് എടുത്ത ഒരു സ്പിയർ, സർക്കിൾ അല്ല സ്പിയർ. പക്ഷെ ഞാൻ വരച്ചിരിക്കുന്ന സർക്കിളാണ്, കണ്ട സർക്കിൾ എന്നൊന്നുള്ളൂ, പക്ഷെ സ്പിയർ ആണ്. ഈ സ്പിയറാണ് നമ്മൾ എടുത്തേക്കുന്ന സർഫസ്. ഇമാജിനറി സർഫസ് സ്പിയർ ആണ്. ഈ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ് എന്ന് വിളിക്കും. നമ്മൾ എടുത്തേക്കുന്ന ഇമാജിനറി സർഫസ് ആണ്. ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ്. അതായത് ഗോസസ് തിയറം വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സർഫസ് ഏതാണോ ആ സർഫസ് ഗോസിയൻ സർഫസ്. പക്ഷെ ഗോസിയൻ സർഫസ് സെലക്ട് ചെയ്യുമ്പോൾ ചില പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അത് പറയാം, മനസ്സിലായില്ലേ? ഇനി ഈ അകലം തന്നെ ആയിരിക്കും ഇങ്ങോട്ടുള്ള അകലവും. ഈ അകലം സ്പിയറിന്റെ റേഡിയസ് എല്ലാം ഈക്വൽ എന്താണല്ലോ. അങ്ങനെ റേഡിയസ് ആണെങ്കിൽ റേഡിയസിൽ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² മാഗ്നിറ്റ്യൂഡ് മാറുമോ? ഇതാറ് എല്ലാം മാറും. അപ്പൊ സർഫസിൽ ഏത് പോയിന്റ് എടുത്താലും
ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് സെയിം, ഡയറക്ഷൻ മാറിക്കോട്ടെ. ഡയറക്ഷൻ പ്ലസ് ചാർജ് ആകുമ്പോൾ ഇവിടുത്തെ ഫീൽഡ് പുറത്തേക്ക്, ഇവിടുത്തെ ഫീൽഡ് പുറത്തേക്ക്, ഇവിടുത്തെ ഫീൽഡ് പുറത്തേക്ക് ആയിരുന്നു. ഇപ്പൊ ഡയറക്ഷൻ മാറി വരിക, പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണല്ലോ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം. ഇനി സ്പിയറിൽ, നമ്മൾ എടുത്തിരിക്കുന്ന സ്പിയറിൽ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ചെറിയ സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു DS ഏരിയയുള്ള സർഫസ് എടുത്തു കഴിഞ്ഞാൽ, ഈ DS ഏരിയ ഉള്ള സർഫസിന്റെ ഏരിയ എങ്ങോട്ടാണ്? സർഫസിന്റെ ഏരിയ എങ്ങോട്ടാണ്? ഒരു മിനിറ്റ്. എൻ്റെ കയ്യിലൊരു ബൾബ് ഇരിക്കുക. ഒരു ബൾബ് ഇപ്പോൾ സ്പെറിക്കൽ ഷേപ്പിലാണ്. തൽക്കാലം ഇതിൻ്റെ സർഫസ് സ്പെറിക്കലായിട്ട് എടുക്കാം ആണല്ലോ. ഈ സ്പെറിക്കൽ സർഫസിൽ ഞാൻ ഇവിടെ ഒരു ചെറിയ പാർട്ട്, ചെറിയൊരു ഏരിയ എടുത്താൽ, കണ്ടില്ലേ ഒരു വര കണ്ടോ, ഒരു വട്ടം കണ്ടല്ലോ. ഇവിടെ ഏരിയ എടുത്താൽ, ഇപ്പോൾ ഫിലമെൻ്റ് ഇരിക്കുന്ന സെൻട്രലാണ് സമീപിക്കുക. ഇവിടെ ഒരു ഏരിയ എടുത്താൽ ആ ഏരിയയുടെ നോർമൽ എങ്ങോട്ടാണ് വരുന്നത്? ആ ഏരിയ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? ആ ഏരിയ പ്ലെയിൻ ഏതാണോ ആ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ. അപ്പോൾ ഇങ്ങോട്ടല്ലേ വരുന്നത്? ആണോ? ഏരിയ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇതാണ് ഏരിയ എടുത്ത്, ഞാൻ എടുത്തേക്കുന്ന ഏരിയ ഇതാണ്, ഈ ഏരിയ എടുത്തേക്കുന്ന. അപ്പോൾ ഈ ഏരിയ ആകുമ്പോൾ അതിൻ്റെ പ്ലെയിൻ എങ്ങോട്ടാ? ഇങ്ങോട്ടല്ലേ. ഞാൻ ഇവിടെ എടുത്തേക്കുന്നെങ്കിലോ ഇതിൻ്റെ മുകളിലാണ്, ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഏരിയ എടുത്തേക്കുന്നെങ്കിലോ, ഇതാണ് ഏരിയ എങ്കിലോ, ആ പ്ലെയിൻ അതായത് ഇങ്ങനെ പെർപെൻഡിക്കുലർ, ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ ഏരിയ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇനി ഞാൻ ഈ ഇവിടുത്തെ പാർട്ട് ഏരിയ എടുക്കണമെങ്കിലോ, ഇവിടുത്തെ ഏരിയ എടുക്കണമെങ്കിലോ, അവിടുത്തെ ഏരിയ ഇങ്ങോട്ട്. അതല്ല ഞാൻ ഇവിടുത്തെ ഏരിയ എടുക്കണമെങ്കിലോ, ഈ പാർട്ട് ഏരിയ എടുക്കണമെങ്കിലോ, ഏരിയ ഇങ്ങോട്ട്. അപ്പൊ ഏത് പോയിന്റ് എടുത്താലും ഏരിയ ഡയറക്ഷൻ എന്ന് പറയുന്നത് റേഡിയലാണോ? ഏരിയ ഡയറക്ഷൻ റേഡിയൽ ഡയറക്ഷനിലാണോ? റേഡിയസ് ഡയറക്ഷനിലാണോ? പുറത്തേക്കല്ലേ. ഇനി ഇത് ഞാൻ എടുക്കുന്ന പ്ലസ് ചാർജ് അല്ലേ, ആ പ്ലസിന്റെ ഫീൽഡ് എങ്ങോട്ടാ വരുന്നത്? പ്ലസ് ചാർജിന്റെ ഫീൽഡ്, ഒരു പ്ലസ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലസ് ചാർജിന്റെ ഫീൽഡ് ഇങ്ങനെയല്ലേ പോണത്, ഇങ്ങനെയല്ലേ പോണത്. പോസിറ്റീവ് ഔട്ടറിലേക്കല്ലേ ഫീൽഡ് ഡയറക്ഷൻ. അപ്പൊ ഇവിടുത്തെ ഫീൽഡ് അങ്ങോട്ട്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതല്ലേ ഫീൽഡ്, ഇതല്ലേ ഫീൽഡ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ DS ഏരിയയിലെ ഫീൽഡ് എങ്ങനെ, ഇതല്ലേ ഫീൽഡ്. അപ്പൊ ഏത് പോയിന്റ് എടുത്താലും ഒരു പ്രോപ്പർട്ടി കിട്ടി, ഏത് പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡും ഏരിയയും ഒരേ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡും ഏരിയയും സെയിം ഡയറക്ഷൻ. ശരിയാണോ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഏരിയയും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അവ തമ്മിൽ മേക്കുന്ന ആംഗിൾ എത്ര? ഇലക്ട്രിക് ഫീൽഡും ഏരിയയും ഒരേ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ എടുക്കുന്ന ഗോസിയൻ സർഫസിന്റെ പ്രോപ്പർട്ടി എന്താണ്? At any point on the Gaussian surface, the electric field remains same magnitude. And at any point on the Gaussian surface, the electric field and the area are in same direction. Electric field and area in one direction. Now, we will make an angle. Angle theta 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തിയറത്തിലേക്ക് പോവാം. തിയറത്തിന്റെ ഇടതുവശം എന്തുവാ? ഇടതുവശം എടുത്ത് വലതുവശം ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. LHS = RHS പ്രൂവ് ചെയ്താൽ പോരെ. ഇന്റഗ്രൽ E.ds എടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1/ε0q കിട്ടിയാൽ പോരെ. അപ്പൊ തിയറത്തിന്റെ പ്രൂഫ് ആയില്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്താം? ഇന്റഗ്രൽ E.ds cos θ ചെയ്താം. ഇന്റഗ്രൽ E.ds cos θ ചെയ്താൽ കുഴപ്പമില്ലല്ലോ. A.B cos θ. തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ഏരിയ മേക്കിംഗ് ആംഗിൾ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു at any point on the surface the electric field and area are in parallel അല്ലെങ്കിൽ they makes an angle of 0. അപ്പോൾ cos 0 എത്ര? അപ്പോൾ here theta equal to 0. അപ്പോൾ cos theta എത്ര? cos theta 1 Therefore integral E.ds എന്തായിട്ട് മാറി? integral E.ds is equal to integral E.ds cos theta 1 EDS ആയിട്ട് മാറിയില്ലേ? ഏത് പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? അപ്പൊ ഈ കോൺസ്റ്റന്റ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് അല്ലേ?
അപ്പൊ അതെന്ത് ചെയ്യാം? അതിന് വെളിയെടുത്തൂടെ? ഇന്റഗ്രൽ സൈനകത്ത് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു E into integral dx. What is E? At any point electric field is equal to നേരത്തെ പറഞ്ഞു E is equal to എത്ര? 1 by 4 pi epsilon 0 q by r square എന്ന് പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇന്റഗ്രൽ ds ന്റെ മീനിങ് എന്താ? ds നിങ്ങൾ എടുത്തേക്കുന്ന ഗോസിയൻ സർഫസിലെ ഒരു ചെറിയ പാർട്ടിന്റെ ഏരിയയിലെ ds എന്ന് പറയുന്നത്. ഗോസിയൻ സർഫസിന്റെ ചെറിയ പാർട്ടിന്റെ ഏരിയയാണ് ds എന്ന് പറയുന്നത്. ആണോ? അപ്പൊ ഇന്റഗ്രൽ ds ആകുമ്പോഴത്തേക്കോ ഞാൻ നേരത്തെ എടുത്ത ബൾബ് എടുത്തു കഴിഞ്ഞാൽ ബൾബിന്റെ ഈ പാർട്ട് മാത്രമാണ് ds. അപ്പൊ ഇങ്ങനെ dsകൾ എല്ലാം കൂടി എത്ര ds ഉണ്ടോ ആ ds എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്തായി? ബൾബിന്റെ അല്ലെങ്കിൽ ആ സ്പിയറിന്റെ മൊത്തം സർഫസ് ഏരിയ ആയില്ലേ? അപ്പൊ ഇന്റഗ്രൽ ds മീൻസ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്പിയർ. സർഫസിനകത്തുള്ള ഒരു ചെറിയ ഏരിയയാണ് ds. അപ്പൊ ഇന്റഗ്രൽ ds മീൻസ് സർഫസിന്റെ മൊത്തം ഏരിയ, സർഫസ് ഏരിയ. സ്പിയറിന്റെ സർഫസ് ഏരിയ എത്ര? 4πr² അല്ലേ? അപ്പൊ ഇന്റഗ്രൽ ds എത്ര? അപ്പൊ അടുത്ത സ്റ്റെപ്പ് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 q by r square into integral ds. Integral ds means surface area of sphere 4 pi r square. Integral ds means surface area of sphere. R radius of sphere ന്റെ surface area 4 pi r square. അപ്പോൾ 4 pi ക്യാൻസൽ ആയി പോയോ? r square ക്യാൻസൽ ആയി പോയോ? 4 pi ക്യാൻസൽ ആയി പോയി, r square ക്യാൻസൽ ആയി പോയി. ബാക്കി എത്ര ഉണ്ട്? q ഡിവൈഡ് ബൈ എപ്സിലോൺ 0. ഇതല്ലേ വലതുവശം കിട്ടേണ്ടത്? ഇതെടുത്ത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ വലതുവശം കിട്ടിയില്ലേ? ഹൈൻസ് തട്ടിയാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റുമായി പ്രൂഫുമായി. അപ്പൊ എന്താ ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? The surface integral of electric field around a closed surface is equal to 1 by epsilon 0 times the net charge enclosed by the surface. That is integral E dot ds is equal to 1 by epsilon 0 times charge. പക്ഷേ ചാർജ് എവിടെ ആയിരിക്കണം? ഫ്രീ സ്പേസിലായിരിക്കണം. ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ തിയറം എന്ന് മാറും. 1 by epsilon 0ക്ക് പകരം എപ്സിലോൺ 1 by epsilon q എന്നേ വരുള്ളൂ. അല്ലെങ്കിൽ എപ്സിലോണിന് പകരം എപ്സിലോൺ 0 എപ്സിലോൺ r എന്നേ വരുള്ളൂ. ഇപ്പൊ ഫ്രീ സ്പേസ് ആണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ സർഫസ്. അതാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് പ്രൂഫ് ഓഫ് ഗോസസ് തിയറം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഗോസസ് തിയറത്തിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അടുത്ത ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് നമ്മൾ പോകാം.